എന്താണ് വായ്പുണ്ണ്? ഒബ്വിയസ്ലി വായിൽ വരുന്ന മുറിവുകളാണ് വായ്പുണ്ണ് അല്ലേ? എങ്ങനെയൊക്കെയാ വായ്പുണ്ണ് ഉണ്ടാവുന്നത്? ഏറ്റവും കോമൺ ആയിട്ട് വായ്പുണ്ണുണ്ടാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രഷിങ്ങിൽ നമ്മൾ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടി മുറിവുണ്ടാക്കുന്നത് തന്നെയാണ്. അത് അധികവും കാണാറ് മോണകളിലാണ് അല്ലേ? പോയിട്ട് കുത്തി നമ്മൾക്ക് തിരക്കാണ് അല്ലേ ബ്രഷ് ചെയ്യാനൊക്കെ. 2 മിനിറ്റ്സ് വേണ്ട ബ്രഷിങ്, കണ്ണാടിയിൽ നോക്കി ചെയ്യണം എന്ന് ഡെന്റിസ്റ്റ് പറയുന്ന ബ്രഷിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് തിരക്ക് കൂടുന്നു, കുത്തുന്നു, ഇടിക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു, അങ്ങനെ മുറിവ് വരുന്നു. രണ്ടാമത് കാണുന്നതോ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ, ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ മുറിവ് വരുന്നത്. അത് അധികവും കവിളിലും നാവിലൊക്കെയാണ് കാണുന്നത്. മൂന്നാമത് പൊള്ളിയാൽ ഉണ്ടാവുന്ന കണ്ടീഷനും കേട്ടോ, വായ് പൊള്ളുന്ന കണ്ടീഷൻസിലും അൾസറായിട്ട് വരുന്നത് അങ്ങനെ കാണാറുണ്ട്. നാലാമത്തതാണ് നമുക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ടാവുമ്പോൾ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, മെയിൻലി വൈറ്റമിൻ B12 റൈബോഫ്ലാവിൻ, അതിന്റെ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് മൗത്ത് അൾസേഴ്സ് കാണാറുണ്ട്. പിന്നെയോ സ്ട്രെസ്, ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് കുട്ടികളിൽ എക്സാംസിന് തൊട്ട് മുൻപ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂസിന് മുൻപ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നതിന് മുമ്പ്, അതേപോലെ എന്തെങ്കിലും സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് നമ്മളുടെ കൂടെയുള്ളവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്ന കണ്ടീഷൻസ് ഈ സമയത്തൊക്കെ കാണുന്നത് അൾസേഴ്സ് ഉണ്ട്. പിന്നെ കാണുന്നത് എന്താണ്, നമ്മൾ എന്തെങ്കിലും ഫുഡിന് അലർജിക് ആവുമ്പോൾ വരുന്ന അൾസേഴ്സ്. മെയിൻലി ചില മീനുകൾക്കൊക്കെ നമ്മൾ അലർജിക് ആവാറുണ്ട്. മെയിൻലി അയല മീനിന് അലർജി ആയിട്ടുള്ള ആളുകൾ വളരെയധികം കാണാറുണ്ട്. ഞാനും അതിൽ പെടുന്ന ഒരാളാണ്. അൾസേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. പിന്നെ ഉണ്ടാവുന്നത് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നത് മെനിസ്ട്രേഷൻ ടൈമിൽ, അതായത് പ്രീ മെനിസ്ട്രൽ ടൈം, മെനിസ്ട്രേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള സമയങ്ങളിൽ അൾസറേഷൻസ് കാണാറുണ്ട്. പിന്നെ എപ്പോഴാണ് കാണാറ്, നമ്മള് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് മൗത്ത് വഴി ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മൗത്ത് അൾസേഴ്സ് കാണാറുണ്ട്. പിന്നെ ചില മെഡിസിൻസിന്റെ അലർജിക് ആയിട്ട്, അതായത് മെയിൻലി ആന്റിബയോട്ടിക്സിന്റെ അലർജീസ് ഉള്ളവർക്കും ഈ പറഞ്ഞ പോലെ വായ്പുണ്ണുകൾ കാണാറുണ്ട്. പിന്നെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ മൗത്ത് അൾസേഴ്സ് കാണാറുണ്ട്. പിന്നെ ഡെന്റലിൽ തന്നെ നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്ന കണ്ടീഷൻസിൽ ആ അനസ്തേഷ്യ കൊടുക്കുന്ന പോയിന്റിൽ ചില ആൾക്ക് അൾസേഴ്സ് ആയിട്ട് മാറാറുണ്ട്. ഇതൊക്കെയാണ് കോമൺലി കാണുന്ന മൗത്ത് അൾസേഴ്സ്. ഏത് മുറിവും നമ്മളെ വായിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 7 മുതൽ 14 ദിവസം വരെയാണ് അതിനൊരു ഹീലിംഗ് ടൈം. നമ്മളുടെ മറ്റു മുറിവുകൾ പോലെയല്ല, വായിൽ ഉണ്ടാകുന്ന മുറിവായതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് അത് നനഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ? അങ്ങനത്തെ കണ്ടീഷൻസിൽ ഉണങ്ങാനായിട്ട് കുറച്ചും കൂടി പതുക്കെയാണ് ഉണങ്ങുക. ആ സമയത്ത് നമ്മൾ വൈറ്റമിൻ B12, അതായത് മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ മൗത്ത് അൾസേഴ്സ് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ മുറിവോ വയറിന്റെ ബുദ്ധിമുട്ടോ അതേപോലെ എന്ത് റീസൺസ് കൊണ്ട് ഉണ്ടാവുന്ന മൗത്ത് അൾസേഴ്സ് ആണെങ്കിലും ആ അൾസറിൽ ഉപ്പ് വെക്കുന്ന സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങളൊന്ന് മാറ്റണം കേട്ടോ. ഉപ്പ് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഉപ്പ് വെക്കുന്നത്? ആ സമയത്ത് ശക്തമായ ഒരു നീറ്റലുണ്ടാവും, പിന്നെ അവിടെ ഒന്നും അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെ? നമുക്ക് ഏറ്റവും നല്ലത് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കവിൾക്കൊള്ളുക എന്നുള്ളതാണ്. പിന്നെ മോര് കവിൾക്കൊള്ളുന്നത് നല്ലതാണ്. പ്രോബയോട്ടിക് ആണ് മോര്, അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരിക്കലും ഉപ്പ് വെക്കരുത്. എന്തുകൊണ്ടാണ് ഉപ്പ് വെക്കരുത് എന്ന് പറയുന്നത്? ഉപ്പ് വെക്കുമ്പോൾ നമ്മളുടെ അൾസറിന്റെ ബേസ് ആയിട്ടുള്ള ഭാഗങ്ങളിലെ സെൽസിനെല്ലാം ഹൈപ്പോട്ടോണിക് ആവുകയാണ്. അപ്പം ഉള്ളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ട് ആ ഏരിയയിലുള്ള സെൽസ് എല്ലാം ഡെത്ത് ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ വലിയ അൾസറിലേക്ക് പോവുകയാണ് ചെയ്യുക. അതായത് ഇത് നിങ്ങൾ ഡയറക്റ്റ് ഉപ്പ് വെക്കരുത്. ഉപ്പ് വെക്കുമ്പോൾ നമ്മളുടെ അവിടെയുള്ള പെയിൻ റിസെപ്റ്റേഴ്സ് ഒക്കെ ഉണരുകയും അവർ കൂടുതൽ പെയിനിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് പിന്നെ ഉപ്പ് കഴിക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻസ് ചെയ്യരുത്. പിന്നെ ഒരുപാട് മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് ഈ കണ്ടീഷനിൽ. ഒന്ന് സിംറ്റമാറ്റിക് ആയിട്ടുള്ള മെഡിക്കേഷൻ ഉണ്ട്, അതായത് അനസ്തെറ്റിക് ഏജൻസ് അപ്ലൈ ചെയ്യുക. അതായത് ആ ഏരിയയിൽ നമ്മളൊരു അനസ്തെറ്റിക് ഏജന്റ് തരും, അത് അപ്ലൈ ചെയ്യാം. 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ആ ഏരിയ നമ്മാവും. പിന്നെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, ബ്രഷ് ചെയ്യാം, വാ കഴുകുകയൊക്കെ ചെയ്യാം. അതൊരു 6 to 7 മിനിറ്റ്സ് ആണ് അത് നിൽക്കുക. നമുക്ക് സ്റ്റിറോയിഡ്സ് അപ്ലൈ ചെയ്യാം. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന അൾസേഴ്സിനാണ് നമ്മൾ സ്റ്റിറോയിഡ് പൊതുവെ പ്രിഫർ ചെയ്യുക. ട്രാൻസിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിറോയിഡ് ആണ് അപ്ലൈ ചെയ്യുക. ബക്കൽ പേസ്റ്റ് ആണത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കും. 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുക. അതും 2 times a day ആണ് യൂസ് ചെയ്യുക.
അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപ്പുവെള്ളം കവിൾക്കൊള്ളുന്നത് ഏറ്റവും നല്ലതാണ്. മൗത്ത് വാഷസ് യൂസ് ചെയ്യാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് മൗത്ത് അൾസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.